ഹലോ ഫ്രണ്ട്സ്, നമസ്തേ ആൻഡ് വെൽക്കം ബാക്ക്. പനീർ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് റെസിപ്പീസ് തയ്യാറാക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് പനീറാണ്. വളരെ ഈസിയിൽ ഫ്രഷ് ഹോം മെയ്ഡ് പനീർ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾക്ക് പാൽ നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി നല്ല കട്ടിയുള്ള പാൽ വേണം യൂസ് ചെയ്യാൻ. ഇതിപ്പോൾ നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് വിനെഗറും യൂസ് ചെയ്യാവുന്നതാണ്. പാല് നമ്മൾക്ക് പെട്ടെന്ന് പിരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആദ്യം ഒരു നാരങ്ങയുടെ പകുതി യൂസ് ചെയ്യുക. ആവശ്യമാണെങ്കിൽ മാത്രം രണ്ടാമത് ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മളുടെ പാലിപ്പോൾ പിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നിടം വരെയും ബോയിൽ ചെയ്യുക. ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം. നമ്മളിതിൽ നാരങ്ങ നീര് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറി വരാൻ വേണ്ടിയിട്ടാണ് വാഷ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതുപോലെ കനം കുറഞ്ഞ കോട്ടൺ ക്ലോത്തിലേക്കിട്ട് ഇതിലെ റിമൈനിങ് വാട്ടറൊക്കെ മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് എത്രയും നമ്മൾ ടൈറ്റ് ആക്കി വെക്കുന്നോ അത്രയും നമ്മൾക്ക് നന്നായിട്ടിത് സെറ്റായി കിട്ടും. ഇന്നിതിപ്പോൾ നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കൊണ്ട് നമ്മൾക്കിതിനെ ഈ ഒരു ഷേപ്പിൽ തയ്യാറാക്കി വെക്കാം. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു പ്ലെയിൻ പ്ലേറ്റ് വെച്ചതിന് ശേഷം സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് വെച്ച് കൊടുക്കുക. ഇത് ഒരു 1-2 മണിക്കൂറിൽ തന്നെ നമ്മൾക്ക് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അതുപോലെ കോട്ടൺ ക്ലോത്തിൽ ഇതിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് നമ്മൾക്ക് 15 മിനിറ്റ്സിൽ തന്നെ റെഡിയായി കിട്ടും. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. പെർഫെക്റ്റായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനെ സ്മോൾ ക്യൂബ്സിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ പനീർ നമ്മൾക്കും വീട്ടിൽ പെർഫെക്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് കട്ട് ചെയ്തതിന് ശേഷം കൂൾ പ്ലേസിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇത് നമുക്ക് ഫ്രീസ് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്.